നമസ്കാരം, ഞാൻ മുസ്തഫ മേലാറ്റൂർ. ഇന്നത്തെ ടാലി ERP9 മലയാളം വീഡിയോ ക്ലാസ്സിൽ നാം ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും എന്ന് നോക്കാം. ഇവിടെ നിന്നും അക്കൗണ്ട്സ് ഇൻഫോ, ലെഡ്ജേഴ്സ്, ഇവിടെ 3 ഓപ്ഷൻ കാണാം. ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ. ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് നാം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ നാം ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ കാണുന്നതിനാണ്. ഓൾട്ടർ എന്ന ഓപ്ഷൻ നാം ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ മാറ്റങ്ങൾ വരുത്തുന്നതിന്. ഇവിടെ നിന്നും ഓൾട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ലെഡ്ജർ ലിസ്റ്റിൽ നിന്നും ആവശ്യമുള്ള ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് സൗദി ട്രേഡിംഗ് കമ്പനി എന്ന പാർട്ടി ലെഡ്ജർ നാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന അണ്ടർ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ശരിക്കും സൗദി ട്രേഡിംഗ് കമ്പനി എന്ന ലെഡ്ജർ സൺട്രി ഡെപ്റ്റർ അക്കൗണ്ടാണ്. നാം തെറ്റായ വിവരമാണ് നൽകിയത്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ഇവിടെ സൺട്രി ഡെപ്റ്റ് ക്രെഡിറ്റേഴ്സ് എന്ന് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന അക്കൗണ്ടിലേക്ക് മാറ്റാം. സൺട്രി ഡെപ്റ്റേഴ്സ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ആക്സെപ്റ്റ് ചെയ്ത് ഓൾട്ടറേഷൻ പൂർത്തിയാക്കുക. ഇനി നാം ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അക്കൗണ്ട്സ് ഇൻഫോ, ലെഡ്ജേഴ്സ്, നാം ഓൾട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ലെഡ്ജർ ലിസ്റ്റിൽ നിന്നും ആവശ്യമായ ലെഡ്ജർ സെലക്ട് ചെയ്യുക. സാലറി അക്കൗണ്ട്. ഈ സാലറി അക്കൗണ്ട് എന്ന ലെഡ്ജർ ഡിലീറ്റ് ചെയ്യുന്നതിനായി കീബോർഡിൽ നിന്നും Alt+D അമർത്തുക. Alt+D. അപ്പോൾ കാണുന്ന ബോക്സിൽ നിന്നും യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം മുമ്പ് ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു. കൂടുതൽ മലയാളം വീഡിയോ ക്ലാസ്സിന് വേണ്ടി എൻ്റെ ബ്ലോഗ് സന്ദർശിക്കുക. mustafakotopadan.blogspot.com. ഇവിടെ നിന്നും ആവശ്യമായ മലയാളം വീഡിയോ ക്ലാസ് ലഭ്യമാണ്. Thanks for watching my Malayalam video class. See you in the next lesson. Bye.